കേട്ടില്ലേ കൂറ്റനാട്ടെ അപ്പം ഗോവിന്ദൻ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ പുറത്തേക്കിറങ്ങി. ആഹാ, കേട്ടില്ലേ കൂറ്റനാട്ടെ ഗോവിന്ദൻ മാഷ് വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ പുറത്തേക്കിറങ്ങി. ശ്യാമള ജയിക്കും കേട്ടോ, പാർട്ടി ജയിക്കും കേട്ടോ, ഞാനും മുഖ്യനും ജിങ്കാലാല. ഞങ്ങളുടെ 33 കാട്ടി കടത്തിവിട്ടിരിക്കുന്നു. അതെ, എന്നെ നിങ്ങളുടെ ആസ്ഥാന എഴുത്തുകാരനാക്കാമൂടോ? ഞങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് എഴുതണമെങ്കിൽ ഞങ്ങള് ആക്കാം. പൊക്കി അടിക്കാൻ പൊക്കി അടിച്ചാലേ ആക്കുള്ളൂ. പൊക്കി അടിക്കണം പക്ഷെ കേട്ടോ. രണ്ടുപേരും കൂടി പാടി ഞങ്ങളെ പൊക്കി അടിച്ച് പാടി അധികാരത്തിൽ 3-ാം ഊഴത്തിൽ വരുന്ന പാട് ഒരു ലിക്സ് ഇറക്കും. പെട്ടെന്ന് അങ്ങോട്ട് വരുന്നില്ല, ഇറക്കാം. തൽക്കാലത്തേക്ക് പൂട്ടിയിട്ടതിനൊക്കെ എന്താ പുറത്തേക്ക് ഇറക്കാം? പൂട്ടിയിട്ടതൊന്നും അല്ല, അത് പിന്നെ ഞങ്ങൾക്ക് ആഭ്യന്തര കാര്യങ്ങളാണ്, ഇടപെടണ്ട. ആഭ്യന്തര കാര്യങ്ങളിലേക്ക് ഞങ്ങൾ ഇടപെടുന്നില്ല. പക്ഷെ എന്തായിരുന്നു, പാർട്ടി സെക്രട്ടറി പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു എന്നാണ് കരക്കമ്പി വരുന്നത്. അത് ഇതിന്റെ മുഖം കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതെ, അദ്ദേഹത്തിന്റെ മുഖം കണ്ടിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. നല്ല വിഷമം ഉണ്ടായിരുന്നു. 90 സീറ്റ് കിട്ടി പാർട്ടി ജയിക്കും എന്നൊക്കെ പറയുമ്പോഴും മുഖത്ത് നല്ല വിഷമം ഉണ്ടായിരുന്നു. ഒരു വിഷമമില്ല, പൂട്ടിയിട്ടതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. പൂട്ടിയൊന്നും ഇട്ടിട്ടില്ല മക്കളെ. AKG സെന്ററിലായിരുന്നു അതോ വീട്ടിലായിരുന്നു പൂട്ടിയിട്ടത്? വീട്ടിലായിരുന്നു കേട്ടോ. ശ്യാമളേച്ചാണ് പൂട്ടിയിട്ടത്. അങ്ങനെയാണോ? സത്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നു. അല്ല, ഈ 90 സീറ്റ് ഏത് വകുപ്പില? 90 സീറ്റ് ഞങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ ഒരു ഇതാണ്. അത് വമ്പിച്ച വിജയമെന്നാണല്ലോ പക്ഷെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പാർട്ടി സെക്രട്ടറി വന്നപ്പോഴത്തേക്ക് 90 സീറ്റായി പോയി. അപ്പൊ വൻ പിച്ച ഇല്ലേ? നോക്കൂ, 140-ൽ 90 സീറ്റ് നേടിയ എന്താ കുറവാ? അല്ല, കഴിഞ്ഞ തവണ നിങ്ങൾ 99 100 ഞങ്ങൾ 100 ആക്കുമെന്നായിരുന്നല്ലോ നിങ്ങൾ വെല്ലുവിളിച്ചത്. എന്താ 100 ആക്കുന്നില്ലേ? താമരമെല്ലാം വിരിഞ്ഞാലോ? വിരിഞ്ഞ അതിന്റെ കാരണക്കാർ നിങ്ങളാണെന്നാണ് കരക്കമ്പി. ഇനി അതിന്റെ ഇതും കൂടി ഞങ്ങൾ തരാൻ വേണ്ടി ഇവിടെ കോർപ്പറേഷനിൽ BJP വന്നതിന്റെ പേര് ദോഷം ഞങ്ങൾക്ക് ഇതുവരെ മാറിയിട്ടില്ല. ആരുടെ കയ്യിലിരിപ്പ് ഉണ്ടായിരുന്നു അത്? കോർപ്പറേഷനിലെ ജനങ്ങളുടെ കയ്യിലിരിപ്പ് ഉണ്ടായിരുന്നു? അല്ല, വോട്ടർമാരുടെ കയ്യിൽ. എവിടെ എന്ത് എന്നിട്ട് കോർപ്പറേഷൻ കൊണ്ടു കൊടുത്ത ആള് കേരളം മൊത്തത്തിൽ കൊണ്ട് കൊടുക്കുമോ? ഇത് ഒന്നും നടക്കാൻ കേരളത്തിൽ അവർ പറയുന്നത്. ഇല്ല, ശിവൻകുട്ടി ആശാനെ മറികടന്ന് ഇവിടെ ആരും പിരിക്കും. ഞങ്ങൾക്കൊന്ന് കാണണല്ലോ. ഭരണവിരുദ്ധ വികാരമൊന്നും ഇവിടെ ഇല്ല. ഇനിയും ഞങ്ങൾ വരണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ആര് പറഞ്ഞായിരുന്നു? ജനങ്ങൾ തന്നെ പറയുന്നുണ്ട്. ഇനി ഞങ്ങൾ തന്നെ ഗ്രൂപ്പല്ലേ? അല്ല, ഇവിടുത്തെ കേരളത്തിലെ ഓരോ ജനങ്ങൾ എണ്ണി പറയുന്നുണ്ട്. 3ാമതും വരണം LDF തുടരണം. LDF അല്ലാതെ മറ്റാരുണ്ടെന്ന് അവര് ഉള്ളിൽ പറയുന്നത്. ജനങ്ങളും പറയുന്നത് ധാർഷ്ട്യം ഉള്ളതുപോലെ നമുക്കൊരു തോന്നണോ? LDF അല്ലാതെ മറ്റാരും ധ്വനി ഞാൻ പറയാം. LDF അല്ലാതെ മറ്റാരുണ്ട്? ഇവിടെ ഞങ്ങളല്ലാതെ LDF അല്ലാതെ ആരുണ്ട്? ഇങ്ങനെ മറ്റേ വോട്ടെടുപ്പ് മെയ് 4 വരെ ഇവരിങ്ങനെ പറയും. മനസ്സിലായില്ലേ? വോട്ടെണ്ണുന്നവരെ ഇവരിങ്ങനെ തന്നെ പറയും. LDF അല്ലാതെ മറ്റാരുണ്ട്? അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളല്ലാതെ വേറെ ആരുണ്ടോ ഇവിടെ? അല്ല, കഴിഞ്ഞാൽ ഇവര് മുണ്ട് പൊക്കിട്ടാ ആരുണ്ടാ ഞങ്ങളല്ലാതെ ഇവിടെ മറ്റേ 100 സീറ്റ് എന്ന് പറഞ്ഞ് തച്ച് വെച്ചോണ്ടിരിക്കുന്നുണ്ടല്ലോ കുറെ പേര്. നിങ്ങൾക്കും ഉണ്ടയാണെങ്കിലോ? ഞങ്ങൾക്ക് ഉണ്ടയില്ല. ഞങ്ങൾക്ക് നല്ല എല്ലാ BJPയും SDPI വോട്ടുകളെല്ലാം ഇങ്ങോട്ടേക്ക്. അപ്പം ഞങ്ങൾക്ക് ഉറപ്പാണ് LDF അല്ലാതെ മറ്റാര് ആണോ? വർഗീയ ശക്തികളുടെ എല്ലാ വോട്ടും ഞങ്ങളുടെ പെട്ടിയിലോട്ടാ. ആണോ? എന്നാലേ നിങ്ങൾ കരഞ്ഞുകൊണ്ടാണ് മാറിയിരി. ഞങ്ങൾക്ക് കിട്ടിയെങ്കിൽ ഞങ്ങളുടെ കണക്കായി പോയി. സ്വഭാവം മാറുന്നുണ്ടോ? ഞങ്ങൾക്ക് ഞങ്ങളുടെ വോട്ടർമാരെ തടയാനൊന്നും പറ്റില്ല. അവർ വോട്ട് ചെയ്തിട്ട് അവരെ ഇഷ്ടമുള്ളടത്ത് വോട്ട് ചെയ്യട്ടെ. ഞങ്ങൾക്ക് പോയി പറയാനൊന്നും പറ്റില്ല. ഞങ്ങൾക്ക് വോട്ട് ചെയ്യില്ലെന്ന് കേട്ടോ. അല്ല പിന്നെ ഒരു തൊലിക്കട്ടിയെ എന്നിട്ട് മാറി നിന്നിട്ട് ഞങ്ങൾക്ക് വർഗീയ ശക്തികളുമായിട്ട് നോ ബന്ധം. പണമൊഴുക്കി ഇവിടെ വോട്ട് നേടാൻ ശ്രമിച്ചു. ഉത്തരേന്ത്യയിൽ കാണുന്നത് പോലെ. ഉത്തരേന്ത്യയാണോ കേരളം? കള്ളവോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത് ആരായിരുന്നു? UDF. കണ്ടില്ലേ സുഹൃത്തുക്കളെ, ചിലരൊക്കെ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴാണ് അറിഞ്ഞത് ഇവരുടെ നാട്ടിലില്ലാത്ത ആൾക്കാർ വരെ ഇവിടെ വോട്ട് ചെയ്തെന്ന്. അത് ഞങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളെ പേടിച്ച് മറ്റേ ബാലറ്റ് പെട്ടി വരെ കാവലിൽ ഏർപ്പെടുത്തി. പിന്നെ ഞങ്ങളെ പേടിച്ചല്ലേ ഇവിടെ. അല്ല, നിങ്ങൾ തപാൽ വോട്ട് പെട്ടിക്കുന്ന പോലെ വോട്ട് തുറക്കുന്ന ആൾക്കാരല്ലേടോ നിങ്ങള്? കുഞ്ഞികൃഷ്ണൻ, പിണറായി
എന്തായി ഏട്ടനല്ലേ പൊട്ടും ഇല്ല ഏട്ട് പൊട്ടുന്നു തങ്ങാനം ധർമ്മടത്ത് അയ്യാ നോക്കിയിരുന്നോ കേട്ടോ ആ എവിടെയൊക്കെ ഞങ്ങൾ ജയിച്ചില്ലേലും അല്ല അങ്ങനെയല്ല ധർമ്മടത്ത് ഞങ്ങൾ ജയിക്കുന്നത് ഞങ്ങൾക്ക് വേറെ അതാ പറഞ്ഞത് ഞങ്ങൾക്ക് വേറെ എവിടെ ജയിച്ചില്ലേലും വേണ്ടില്ല ധർമ്മടത്ത് ജയിച്ചാൽ മതി അവിടെ ഞങ്ങൾ മാനം പോകും അവിടെ ഞങ്ങൾ ജയിക്കുമല്ലോ കെപ്പിത്താൻ അവിടെയാണല്ലോ അതെ കെപ്പിത്താന്റെ കെപ്പൽ എവിടെ നങ്കൂരം ഇട്ടിരിക്കുന്നത് അവിടെ പുള്ളിയെ മറയ്ക്കാൻ പറ്റില്ല കപ്പിത്താന്റെ മറ്റേ കുമ്മിയുടെ ടീമിന്റെ പ്രധാന ആൾ സംശയമാണ് ഒരു ആട്ടമുണ്ട് ഒരു ഇളക്കമുണ്ട് എങ്ങോട്ടേക്കാ ഒരാട്ടം UDF അഭിനന്ദിക്കോ പറയാൻ പറ്റില്ലെന്നേ പിന്നെ ഞങ്ങൾക്ക് സഭയിൽ അവിടെ SDPI ഇല്ലായിരുന്നു നിങ്ങൾ രക്ഷിക്കാൻ അവിടെ ഫുൾ ക്രിസ്ത്യാനിസ് അല്ലേ അയ്യോ SDPI കാരുണ്ട് അവിടെ അത് എന്നാലും കൂടുതൽ ക്രിസ്ത്യാനിസ് അല്ലേ സഭയല്ലേ സഭയെ സുഖിപ്പിക്കാനല്ലേ വീണ ജോർജിന് വീണ്ടും സീറ്റ് കൊടുത്തത് അപ്പൊ പിന്നെ നിങ്ങളെ സഭ കൈവിടുമോ ജോർജിന്റെ ഭർത്താവ് വരെ പറഞ്ഞതാണ് സീറ്റ് കൊടുക്കില്ലേ എന്നിട്ട് ഞങ്ങൾക്ക് അതൊരു തന്ത്രമായിരുന്നില്ലേ എന്ന് ഞങ്ങൾക്ക് ഒരു സംശയമുണ്ട് കൊടുക്കല്ലേ കൊടുത്തോ എന്ന് അങ്ങനെയെങ്കിൽ അങ്ങനെ ശ്യാമള എന്തോയി ശ്യാമളേച്ചിയുടെ കാര്യം എന്തായി അവിടെ ഞങ്ങൾ ജയിക്കും പക്ഷെ നേരിയ എന്നാണല്ലോ കേൾക്കുന്നത് എന്നാലും സാറില്ല ഭൂരിപക്ഷം അല്ലെ നിങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടിയിരുന്ന തളിപ്പറമ്പിൽ ഇത്തവണ നേരിയ ഭൂരിപക്ഷത്തിൽ എണ്ണാവുന്ന നോക്കൂ ഭൂരിപക്ഷത്തിൽ നിന്നൊരു കാര്യമില്ല ജയിച്ചാൽ മതി വേറൊരു മറ്റേ കരക്കമ്പി നിങ്ങൾ കേട്ടായിരുന്നു അതായത് പേരാവൂരിൽ KK ശൈലജയും അതുപോലെ തന്നെ മറ്റേ MP രാജേഷും ഒക്കെ തോറ്റ് തുന്നം പാടുമെന്ന് കേൾക്കുന്നുണ്ട് ശൈലജ ടീച്ചറിന് സണ്ണി ജോസഫിനെ തോൽപ്പിക്കാനാകില്ലെന്ന് കേൾക്കുന്നുണ്ട് മാനവരെ എന്താകുമെന്തോ മാനവരെ അല്ല നിങ്ങൾ തോൽപ്പിക്കാനാണല്ലോ പേരാവൂരിൽ കൊണ്ട് നിർത്തിയത് അല്ലെങ്കിൽ പിന്നെ മട്ടന്നൂർ കൊടുത്താൽ മതിയായിരുന്നല്ലോ പക്ഷെ ആ 5 മറ്റേ കൊറോണ വന്ന ടൈമിലായിരുന്നെങ്കിൽ ടീച്ചർ ഉറപ്പായിട്ട് ജയിച്ചേനെ അല്ല നിങ്ങൾ മട്ടന്നൂരിൽ കൊണ്ട് നിർത്തിയാൽ പോരായിരുന്നു എന്തിനാ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ടീച്ചറിന്റെ സ്വന്തം മണ്ഡലമുള്ളപ്പോൾ നിങ്ങൾ എന്തിനു കൊണ്ടുപോയി പേരാവൂരിൽ കൊടുത്തു അതൊരു ചോദ്യചിഹ്നമല്ലേ അത് വെട്ടി ഒതുക്കാനാണെന്ന് നാട്ടുകാർ പറഞ്ഞാൽ അതിൽ മറ്റേ കുറ്റം പറയാനുണ്ടോ നമുക്ക് അങ്ങനെയൊന്നുമില്ല നമ്മള് റിയാസ് മരുമോൻ ജയിക്കുമോ ബേപ്പൂരിൽ ഉറപ്പായിട്ടും ജയിക്കും ബേപ്പൂരിൽ അദ്ദേഹം അല്ലാതെ ആരാണ് അവിടെ അവിടെ ഉണ്ടായിരുന്നു ജയിക്കൂട്ടോ ഞങ്ങളുടെ ആളെ ജയിക്കും കേട്ടോ ഞങ്ങള് ശിവൻകുട്ടി ജയിക്കും നേമത്ത് കണ്ണും നട്ടിരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് നേമത്ത് 1 തരം 2 തരം 3 തരം LDF കൊണ്ടുപോകും അത് SDPI അവിടെ വോട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ തുടങ്ങി മനവരെ ഞങ്ങൾക്ക് അങ്ങനെ പറഞ്ഞത് ആ മണ്ഡലത്തെ കുറിച്ചായിരുന്നു അവർ ശിവൻകുട്ടി തള്ളി പറഞ്ഞില്ല അവരെ ആണോ അപ്പൊ പിന്നെ നിങ്ങൾ ജയിക്കുമായിരിക്കും എവിടെ പോയി UDFന്റെ മുഖ്യമന്ത്രിമാർ അവിടെ ഒരു മന്ത്രിയില്ലല്ലോ അവിടെ നിങ്ങൾ കളിയാക്കൊന്നും വേണ്ട അവിടെ എല്ലാരും മുഖ്യമന്ത്രിമാരാ കേട്ടല്ലോ അവർക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അവരെല്ലാവരെയും ഈ മുഖ്യമന്ത്രിയാക്കും ആരെയും നിരാശപ്പെടുത്തത്തില്ല ചെറിയൊരു മാറ്റം വരും കുഴപ്പമുണ്ടോ അതെ ഞാൻ പറയാം ചെറിയൊരു മാറ്റം വരും കുഴപ്പമുണ്ടോ ഇല്ലല്ലോ വകുപ്പിലൊക്കെ ചെറിയൊരു മുൻ എന്നൊക്കെ ചേർക്കേണ്ടി വരും ആരോഗ്യ വകുപ്പ് മുഖ്യമന്ത്രി വിദ്യാഭ്യാസ മുഖ്യമന്ത്രി ടൂറിസം മുഖ്യമന്ത്രി പൊതുമരാമത്ത് മുഖ്യമന്ത്രി എല്ലാത്തിന്റെയും മുമ്പിൽ ഒരു മുഖ്യ ചേർത്താൽ മതി അപ്പൊ എല്ലാരും മുഖ്യമന്ത്രിമാരാ കോൺഗ്രസിന്റെ ഒരു കാര്യമേ ലീഗുകാർക്ക് ഉപമുഖ്യമന്ത്രി കസേരയും കിട്ടും കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രി അടുത്ത് ജയിക്കുമെന്ന് കരുതിയിട്ട് ഇപ്പഴേ അടി തുടങ്ങി കഷ്ടം തന്നെ ആ സുധാകരൻ ജിയൊക്കെ ഒതുക്കാൻ പെട്ട പാട് ഒതുക്കിയ കണക്കൊക്കെ പറയണോ സുധാകരനൊക്കെ ഒതുക്കാൻ പെട്ട പാട് റേഷൻ കട പറഞ്ഞ് മണ്ണെണ്ണ മേടിക്കണോ പാലക്കാട് ഫ്രണ്ടിലോട്ട് കയറി എനിക്ക് ആട്ടാൻ എളുപ്പമുണ്ടായിരുന്നു പാലക്കാട് പോകാം അവിടെ എന്താ ചേച്ചി ശോഭേച്ചി എന്താ വിചാരിച്ചു ശോഭേച്ചിയോ നിങ്ങൾ ഇതുവരെ തെറിയല്ലേ അവർ വിളിച്ചോണ്ടിരുന്നത് ഞങ്ങൾക്ക് പരസ്പര ബഹുമാനം ആ ഓഡിയോ പുറത്തു വന്നത് ഇത്ര മ്ലേച്ഛത്തരമാണോ ഈ ഇവര് അല്ലേലും തോറ്റു തുന്നം പാടും അല്ല അവരുടെ ആൾക്കാരെ തോപ്പിക്കും അതെ കൂട്ടേടി ആശാനെ ഒരു പെണ്ണ് വല്ലേല് 2 മല തമ്മിൽ ചേർന്നാൽ ആ പണ്ടേ പറഞ്ഞ കണക്ക് തന്നെയാ ഇത് BJP തന്നെ എക്സാമ്പിള് പാലക്കാട് BJP തന്നെ എക്സാമ്പിള് പാർട്ടിയെ ഒരടിയും ഇല്ല അവിടെ ഞങ്ങൾ പെണ്ണുങ്ങളെ അടികൊണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഞങ്ങൾ സഹാത്തിമാർ അടികൊണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് അതിനൊരു ബുദ്ധി വേണമല്ലോ ആ ബുദ്ധി ഞങ്ങൾക്ക് നല്ല കൂടുതൽ ബുദ്ധിയുണ്ട് കേട്ടോ അതെ അത് ഉള്ളത് കൊണ്ടാ ഓരോന്ന് മൂലയ്ക്ക് ഇരിക്കുന്നത് എന്തിയേ ചകാത്തികളല്ല എന്തിയേ അത് ഞങ്ങള് ചകാത്തികളൊക്കെ എവിടാ വീണ തളിപ്പറമ്പിൽ ശ്രീമതി ശ്യാമള 1 പടി 2 പടി 3 പടി ശ്രീമതി ടീച്ചർ തളിപ്പറമ്പിൽ ശ്യാമള 1 പടി 2 പടി 3 പടി എന്താണോ ശൈലജ ടീച്ചർ എല്ലാരും ഉണ്ടല്ലോ ഇനി എന്ത് വേണം ഇനി പിന്നെ പറയാനൊരു ശൈലജ ടീച്ചർ അവരെയാണെ വളർന്നു വരാനോട്ട് അനുവദിക്കുന്നില്ല എന്തെന്നാടോ നിങ്ങൾക്ക് ഞങ്ങൾ സമ്പുഷ്ടമാണ് സ്ത്രീ നേതാക്കളാൽ സമ്പുഷ്ടമാണ് കേട്ടോ ഞങ്ങൾ അങ്ങനെ ഇകഴ്ത്തിയെന്ന് കാര്യത്തിൽ നിങ്ങൾ വല്ലാത്ത സമ്പുഷ്ടമാണ് നിങ്ങൾ പറഞ്ഞുണ്ടാക്കണത് ഞങ്ങൾക്ക് അയ്യോ എന്നിട്ട് എന്താടോ നിങ്ങളുടെ മറ്റേ PP ദിവ്യക്കും ആര്യ രാജേന്ദ്രനും ചിന്തയ്ക്കും ഒക്കെ സീറ്റ് കൊടുക്കാൻ എന്താ എന്തുകൊണ്ടെന്ന് ഞാൻ പറയാം
ആണോ? ആര്യ ഭരിച്ചു, ഭരണത്തിൽ മിസ്റ്റേക്ക് ഉണ്ട്, അതുകൊണ്ട് മാറ്റി നിർത്തി. സമ്മതിക്കുമോ നിങ്ങളതൊക്കെ? ഞങ്ങള് സമ്മതിക്കും. ഉറക്കത്തിൽ വിളിച്ചു. പിന്നെ ആര്? ചിന്തയ്ക്കും അറിഞ്ഞൂടെ, എനിക്ക് അറിഞ്ഞൂടെ. ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കുന്നവരാണല്ലോ. പിന്നെ മറ്റൊരാള്, മൂന്നാമത്തെ ആളാണ് പെട്രോൾ. അതറിയാലോ, ഒരു കേസുള്ള ഒരു വ്യക്തിയെ പിടിച്ച് മത്സരത്തിൽ നിർത്തി ജയിച്ചെങ്ങാനും പോയ ആരും ഇത്തവണ നിൽക്കുന്നില്ല. പക്ഷെ ഇത് ഗുരുതരമായ കേസാണ്, അതുകൊണ്ട് വേണ്ട. അന്ന് ഞങ്ങൾ വെച്ചു മാറ്റി നിർത്തിയത് കുറ്റോ? ഇനി സീറ്റ് കൊടുത്തിരുന്നെങ്കിൽ സീറ്റ് കൊടുത്താൽ കുറ്റം. ഞങ്ങൾ കുറ്റം പറയണോ? പറയും. ഞങ്ങൾ നിങ്ങൾക്ക് വാദം ഞങ്ങളെ കുറ്റം പറയാനല്ലേ വാദം. ആഹാരം കഴിക്കാനും പിന്നെ ഞങ്ങളെ കുറ്റം പറയാനേ വാദം. അതെ പറയും, പറയും, നിങ്ങളെ പറയും. നിങ്ങളുടെ കയ്യിലിരിപ്പ് അമ്മാതിരിയാണല്ലോ. ഇവിടെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് നക്കിയിട്ട് ഞങ്ങളുടെ നെഞ്ചത്ത് കുത്തിയില്ല എന്ന് പറയുന്നവരല്ലേടോ നിങ്ങളുടെ പാർട്ടിയിലുള്ളവര്? ജനങ്ങളെ അധിക്ഷേപിക്കുന്നവരല്ലേടോ? ജനങ്ങളുടെ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നാണല്ലോ മൊത്തത്തിലൊരു കരക്കമ്പി. ഒരു വികാരവും ഇല്ല, വികാരമില്ല. മലയാളികൾക്ക് നല്ല വികാരമുള്ളവരാ. ഒരിക്കലും ഇല്ല ഭരണവിരുദ്ധ വികാരമില്ല. ഞങ്ങൾ വീണ്ടും വരണം, അയ്യോ ഞങ്ങൾ വരാതിരിക്കല്ലേ വരാതിരിക്കല്ലേ എന്നാണ് ജനങ്ങൾ പറഞ്ഞുകൊണ്ട് പാടിക്കൊണ്ട് പോകും, ഒന്ന് പോകൂ എന്നാണ്. പക്ഷേ നമ്മൾ ആലോചിക്കും, ലവന്മാർക്ക് കൊടുത്തിട്ട് ആ കിഴങ്ങന്മാർക്ക് കൊടുത്തിട്ട് എന്ത് കാണിക്കാനാ? തമ്മിലടി, കുതികാൽ വെട്ട്. ഇനി അങ്ങനെ അവന്മാര് അവന്മാര് അടിച്ച് 5 വർഷം അടിച്ചടിച്ച് അവന്മാര് വേണ്ട. പിന്നെ നോക്കുമ്പം നിങ്ങൾ തമ്മിൽ ഭേദം തോന്നൻ അത് തന്നെ. അപ്പൊ ഞങ്ങൾ ഈ അഹങ്കാരം, ധാർഷ്ട്യം, ഇതാണ് നമുക്ക് സഹിക്കാൻ മേലാത്തത്. ഞങ്ങൾക്ക് അഹങ്കാരമൊന്നുമില്ല, ഞങ്ങൾക്ക് ധാർഷ്ട്യമൊന്നുമില്ല. ഞങ്ങള് മര്യാദക്ക് അച്ഛനെ ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകനെ വെല്ലുവിളിച്ചു. അടുത്ത 22 ദിവസം കഴിയുമ്പോഴേക്ക് ഞങ്ങൾ വരുമല്ലോ, അപ്പൊ പഴയ കണക്കൊക്കെ തീർക്കാന്ന് പൊട്ടക്കൊങ്കികളെ വിളിക്കാതെ അഥവാ ഇവരെങ്ങാനും അവരെങ്കിൽ നിന്നെയൊക്കെ വീട്ടിൽ പെറുക്കിയെടുത്തിട്ട് തല്ലും. മിണ്ടാതിരിക്കുക അവിടെ. എന്തൊരു റിസൾട്ട് വരട്ടെ, എന്നിട്ടല്ലേ അവകാശവാദം. മലർപ്പൊടിക്കാരന്റെ സ്വപ്നം കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പൊ കാണുന്നുണ്ട്. കൊലവിളി വരെ നടത്തി തുടങ്ങിയോ? ഇങ്ങനെയാണെങ്കിൽ അധികാരം കിട്ടിയ എന്താകും? നിങ്ങൾ ആ പ്രതിപക്ഷത്ത് വരുന്നെങ്കിൽ പിന്നെ കേരളം ശാന്ത സുന്ദരമായിരിക്കുമല്ലോ, സമാധാന അന്തരീക്ഷം. ആ പേടിയിൽ ചിലപ്പോൾ ജനങ്ങൾ നിങ്ങളെ വീണ്ടും ജയിപ്പിക്കും. നിങ്ങൾ പ്രതിപക്ഷത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ ശരിയാവൂല. അതുകൊണ്ട് ഇനി ഞങ്ങൾ പ്രതിപക്ഷത്ത് വന്നാൽ കേരളത്തിലെ ജനങ്ങളെ ഇവിടെ നിന്ന് അന്യം നിന്ന് പോയി ആ സമരമുറകൾ നിങ്ങൾക്ക് വീണ്ടും കാണാവുന്നതാണ്. വടിവാളൊക്കെ പുറത്തെടുക്കും. വടിവാളൊന്നും വേണ്ട കേട്ടോ, ഞങ്ങൾക്ക് ഞങ്ങളുടെ നോക്കിനെ ധാരാളം. അയ്യോ ശരിയാ, അങ്ങനെയും കൊല്ലുന്ന ആൾക്കാരാ. എന്നാ പിന്നെ മെയ് 4-ാം തീയതി അയ്യോ കാലം നീട്ടിരിക്കുകയാണ് പണ്ടാരങ്ങള്. ഒലിക്കടമൂട്. ഒലക്കട മൂട്.